നമസ്കാരം. പ്രധാന വാർത്തകൾ. MA ബേബിയുടെ രാജിക്കാര്യം ചർച്ച ചെയ്യുമെന്ന് CPM കേന്ദ്ര നേതൃത്വം. തീരുമാനം കേരളത്തിലെന്ന് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും. 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം MA ബേബി സഭയിലെത്തി. പാർട്ടി ചർച്ചയ്ക്ക് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്ന് MA ബേബി. കാസർകോട്ട് 3-അംഗ കുടുംബത്തിന്റെ ആത്മഹത്യക്ക് കാരണം എൻഡോസൾഫാൻ അല്ലെന്ന് മുഖ്യമന്ത്രി. ഉത്തരവാദി സർക്കാരെന്ന് VS അച്യുതാനന്ദൻ. കടലാക്രമണ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി PJ ജോസഫ്. ആധാർ കാർഡിനായി ശേഖരിച്ച വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്ന ആരോപണം നിഷേധിച്ച് കെൽട്രോൺ. ഏജൻസിക്ക് കൈമാറിയത് രഹസ്യ സ്വഭാവമില്ലാത്ത വിവരങ്ങളെന്ന് MD പ്രസന്നകുമാർ. ആധാറിനായി ശേഖരിച്ച വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്നും വിശദീകരണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. ഇറാഖ് പ്രശ്നത്തിൽ ഇറാനുമായി സഹകരിച്ച് സംയുക്ത ഇടപെടലിന് അമേരിക്കൻ നീക്കം. അമേരിക്കൻ യുദ്ധക്കപ്പൽ പേർഷ്യൻ തീരത്തെത്തി. ബാഗ്ദാദ് കീഴടക്കാനുള്ള വിമത നീക്കം സൈന്യം തടഞ്ഞു. ആദ്യ ആഴ്ച മുഴുവനും പ്രതിഷേധിച്ച് നിയമസഭ ബഹിഷ്കരിച്ച MA ബേബി ഒടുവിൽ സഭയിൽ ഹാജരായി. പാർട്ടിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് ഇന്ന് ബേബി ഹാജരായത്. ബേബി വന്നത് സ്വന്തം താൽപര്യപ്രകാരം തന്നെയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജിവെക്കണോ എന്ന് സംസ്ഥാനത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നായിരുന്നു ഇത് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് MLA സ്ഥാനം രാജിവെക്കാനുള്ള തന്റെ തീരുമാനത്തിൽ പാർട്ടി അന്തിമ തീരുമാനമെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു MA ബേബി കഴിഞ്ഞയാഴ്ച മുഴുവനും സഭ ബഹിഷ്കരിച്ചത്. ഒടുവിൽ തിങ്കളാഴ്ച മുതൽ സഭയിൽ ഹാജരാകണമെന്ന് പാർട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച ബേബിയോട് ആവശ്യപ്പെട്ടു. ആദ്യം അതിനോട് വിമുഖത കാണിച്ച ബേബി ഒടുവിൽ വൈകിയാണെങ്കിലും സഭയിലെത്തി. ബേബിക്ക് വിപ്പ് നൽകിയിട്ടില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ബേബി എത്തിയതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബേബി അത് സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. നിയമസഭയിൽ പങ്കെടുത്തത് ബേബി തന്നെ സ്വയം നിയമസഭയിൽ പങ്കെടുത്ത് തന്നെയാണ്, അല്ലാണ്ട് വിപ്പ് നൽകിയിട്ട് പങ്കെടുത്തൊന്നും. ബേബിയുടെ രാജിക്കാര്യം സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് PB അംഗം സീതാറാം യെച്ചൂരി ഡൽഹിയിൽ പ്രതികരിച്ചു. പ്രശ്നം പിന്നീട് ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും വ്യക്തമാക്കി. ഈ ആഴ്ച അവസാനം ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ബേബിയുടെ രാജിക്കാര്യം ചർച്ചാ വിഷയമാകും. യോഗത്തിൽ പ്രകാശ് കാരാട്ടും S രാമേന്ദ്രപിള്ളയും പങ്കെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം. തന്റെ രാജിക്കാര്യത്തിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞ അതേ അഭിപ്രായമാണ് തനിക്കുമുള്ളതെന്ന് MA ബേബി. പാർട്ടി ഇത് സംബന്ധിച്ച ചർച്ച നടത്താൻ പോവുകയാണ്. പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ. വിപ്പ് കാരണമല്ല താൻ സഭയിൽ ഹാജരായതെന്നും MA ബേബി പറഞ്ഞു. സഭയിലെ മെമ്പർമാരെല്ലാം സഭയിൽ പങ്കെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സഭയിൽ നിരന്തരം പങ്കെടുക്കുന്നയാളല്ല. അത്തരത്തിലാണ് ഇപ്പോൾ നിരന്തരം പങ്കെടുക്കാത്തത്. ഇന്ന് പങ്കെടുത്തു. അപ്പോൾ സഭയിൽ പങ്കെടുക്കുന്നില്ല എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നതിലും തെളിഞ്ഞിട്ടുണ്ട്. ആ ചോദ്യത്തിന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സഖാവ് അതിനെക്കുറിച്ച് നൽകിയ മറുപടിയാണ് എനിക്ക് നൽകാൻ. അത് ചർച്ച ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്യാൻ പോവുകയാണെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞതാണ്. അവിടെയാണ് നിൽക്കുന്നത്. പാർട്ടി ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഉചിതമായ സമയത്ത് അറിയിക്കാം. CPM നേതാവ് ശ്രീ P ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ MG രാധാകൃഷ്ണൻ, ശ്രീ NP ജയക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകർ രണ്ടുപേരും കോഴിക്കോട് തിരുവനന്തപുരം സ്റ്റുഡിയോകളിലായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മറ്റുള്ളവരുടെ ടെലിഫോണിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ MG രാധാകൃഷ്ണൻ, ചർച്ച നടക്കാൻ പോകുന്നു, അതിനുശേഷം പറയാം കാര്യങ്ങൾ എന്നാണ് MA ബേബിയുടെ നിലപാടെങ്കിലും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്ത് നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്നത് ഇതിനകം തന്നെ കേരളത്തിനറിയാം. അദ്ദേഹത്തിൻ്റെ ആവശ്യം നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്ക് അനുവദിച്ചു കൊടുക്കാവുന്നതാണോ? അല്ല, വാസ്തവത്തിൽ അത് CPMൻ്റെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പാർട്ടി ഔദ്യോഗികമായി സംഘടിതമായി അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു ചരിത്രം സമീപകാലത്തെങ്ങും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിലാണ്. അതെങ്ങനെയാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇതുവരെയുള്ള പാർട്ടിയുടെ രീതി അനുസരിച്ച് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പുതിയൊരു പ്രശ്നമായിരിക്കും. പക്ഷേ ബേബി ഉയർത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ മൂക്കുമുട്ടി മൂക്കോളം മുങ്ങി നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിന് അതിൻ്റെ ഒരു പ്രസക്തിയോ അതിൻ്റെ ധാർമ്മികതയോ അംഗീകരിക്കാനോ അതിനെപ്പറ്റി എന്താ പറയുക ഒരു 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 സമചിത്തതയോടെ സ്വീകരിക്കാനോ പോലും കഴിയാത്ത തരത്തിലാണ് സമൂഹം അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതെല്ലാം ഒരു തട്ടിപ്പാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം
ആയിട്ടുള്ളൊരു പ്രശ്നം, ചില പ്രതിച്ഛായയുടെ പിന്നെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ തള്ളുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അധികാരം മറ്റും ത്യജിക്കാൻ അല്ലെങ്കിൽ അധികാരത്തോട് ഇത്രയധികം ഒട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള തൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പായിട്ടും അത് CPM-നെ പോലെ ഒരു മോറൽ മേൽക്കൈ ഉണ്ടായിരുന്ന, ധാർമ്മികമായിട്ടുള്ള മേൽക്കൈ ഉണ്ടായിരുന്ന CPM-ന് ഇപ്പോൾ അതിൻ്റെ കമ്മി അനുഭവിക്കുന്നു എന്നുള്ള പൊതുവെയുള്ള ഒരു വിലയിരുത്തലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും രാഷ്ട്രീയത്തെ തന്നെയും മറ്റൊരു രീതിയിൽ തൻ്റെ വ്യക്തിപരമായ രീതിയിൽ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാനും ആ രീതിയിൽ മറ്റൊരു മാറ്റം വരുത്താനുമുള്ള ഒരു നല്ല ശ്രമമായിട്ടാണ് ഞാൻ ബേബിയുടെ നടപടി കാണുന്നത്. പക്ഷേ CPM-ൻ്റെ ഇതുവരെയുള്ള പാർട്ടിയുടെ രീതികളനുസരിച്ച് ഈ ഒരു പ്രശ്നം എങ്ങനെ നോക്കിക്കാണും, എങ്ങനെ അതിനെ അഭിസംബോധന ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പരീക്ഷണമായിരിക്കും. എവിടെ എന്താണ് തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ യാതൊരു ഊഹവും എനിക്കില്ല. ശ്രീ NP ചേക്കുട്ടി, നല്ല ശ്രമമായി തോന്നലുണ്ടാക്കുന്നുണ്ട് MA ബേബിയുടേത് ചിലർക്കെങ്കിലും. പക്ഷേ CPM-ൻ്റെ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് കാര്യത്തിലുള്ള സംശയം, പാർട്ടി പറയുന്ന പണികൾ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് CPM-ൻ്റെ നേതാക്കൾ. മത്സരിക്കാൻ പറയുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നതും തോൽക്കുന്നതും അവനവൻ്റെ വ്യക്തിപരമായ സവിശേഷത കൊണ്ടല്ല, പാർട്ടിക്ക് അതാത് കാലത്തെ രാഷ്ട്രീയമായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ജയിക്കുകയോ ജയത്തിനോ തോൽവിക്കോ കാരണമാവുകയാണുള്ളത്. അതുകൊണ്ടൊരു തോൽവിയുടെ പേരിൽ ഒരാൾ വ്യക്തിപരമായി ധാർമ്മിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് മാറി നിൽക്കുക എന്നത് CPM-ൻ്റെ സാധാരണഗതിയിലുള്ള രീതിയല്ല. ഇപ്പോൾ MA ബേബി മുന്നോട്ട് വെക്കുന്ന എനിക്ക് രാജിവെക്കണം എന്ന ഈ ഉറച്ച നിലപാട് പാർട്ടിക്ക് ഗുണം തന്നെയാണോ ചെയ്യുക? ആ പാർട്ടി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുമോ? അത് അനുവദിച്ചു കൊടുക്കാനാകുമോ പാർട്ടിക്ക്? കേരളത്തിലുള്ള ഒഫീഷ്യൽ ലീഡർഷിപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണ്. അത്തരത്തിലൊരു രാജിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തി രാജിവെക്കേണ്ടതില്ല തുടങ്ങിയ ആർഗ്യുമെൻറ്റ്സ് ആണ് കേരളത്തിലെ പാർട്ടി ഉയർത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു സത്യസന്ധമായിട്ടുള്ള സമീപനമല്ല. മറിച്ച് കുണ്ടറയിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ നേരിടുന്നതിന് എന്തെങ്കിലും പ്രശ്നം പാർട്ടിക്കുണ്ടോ ഉള്ളൊരു ചോദ്യത്തിലേക്കാണ് അത് എത്തിക്കുക. രണ്ടാമത് സമീപകാലത്ത് എടുത്തിരിക്കുന്ന പല രാഷ്ട്രീയ നിലപാടുകളുടെയും ഒബ്ജക്റ്റിവിറ്റി ഈ പുതിയൊരു തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെടും. ഉദാഹരണത്തിന് RSP പോലുള്ള കക്ഷികൾ എങ്ങനെ പുറത്തു പോകാനിടയായി, എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയേറെ ദുർബലമായി, ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ ചോദ്യങ്ങളിലേക്ക്, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും പാർട്ടിക്ക്. അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനത്തിലൂടെ, രാജിക്ക് വേണ്ട സമ്മർദ്ദത്തിലൂടെ പാർട്ടിയെ ഇത്തരം വിഷയങ്ങളിലേക്ക് നിർബന്ധമായിട്ട് പോവാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും സത്യസന്ധമായ ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേരാനുള്ള ഒരു ഇന്റേണൽ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് ബേബി ഈ നിലപാടെടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന് നിയമസഭയിൽ പോകുന്നതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടോ പാർലമെന്ററി പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. മറിച്ച് പാർട്ടി ഇന്നത്തെ അവസ്ഥയിൽ രക്ഷപ്പെടണമെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സെൽഫ് സെർച്ചിങ് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം എന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കണ്ടത്. പാർട്ടിയുടെ ആഭ്യന്തരമായിട്ട് നേതൃത്വം എടുക്കുന്ന നിലപാടിനോട് അണികൾക്ക് അത്രത്തോളം യോജിപ്പുണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം രാഷ്ട്രീയമായിട്ടുള്ള താൽക്കാലികമായ നേട്ടങ്ങളല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സെൽഫ് സെർച്ചിങ് വളരെ വളരെ അനിവാര്യമായിട്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. തിരിച്ചു വരാം. CMP നേതാവ് ശ്രീ CP ജോൺ കൂടെയുണ്ട് ടെലിഫോൺ ലൈനിൽ. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ P ശ്രീരാമകൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാവുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട് എന്നെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ശ്രീ MA ബേബി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം തന്നെ ഉന്നയിക്കുന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ അത് സാങ്കത്യമുള്ളതല്ലേ? അദ്ദേഹം വലിയ തോതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പിന്നിലാണ്. എനിക്കെങ്ങനെയാണ് ധാർമ്മികമായി കുണ്ടറയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കാൻ കഴിയുക എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം സംഗതമായതല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തെ രാജിവെക്കാൻ അനുവദിക്കുക എന്നതല്ലേ ചെയ്യേണ്ടത് പാർട്ടി? അല്ല, ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ശ്രീ സനീഷിനോട് പറഞ്ഞു, സഖാവ് ബേബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും അവർക്ക് മുന്നിൽ വരുന്ന ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യാം, അഭിപ്രായ രൂപീകരണം നടത്താം. മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇതുമായി ബന്ധപ്പെട്ട സംവാദത്തിന് സാധ്യതയൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഘടകത്തിന് മുന്നിൽ, എൻ്റെ ഘടകം, ഞാൻ CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗം എന്നുള്ള നിലയിൽ എൻ്റെ ഘടകത്തിന് മുന്നിൽ ഇങ്ങനൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല.
യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്തകളുടെ ദൗർലഭ്യമുണ്ടാവാം. ആ ദൗർലഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നതിൻ്റെ മുൻപ് ഇത്ര വലിയ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പോൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാർമ്മികമായ നിലപാട് തോന്നിയാൽ അത് ശരിയോ തെറ്റോ എന്നിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ നിലപാടല്ലേ. അതിനപ്പുറം അതിലൊരു നിരീക്ഷണം നടത്താൻ എനിക്കിപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും തിരിച്ചു വരാം. താങ്കൾക്ക് പ്രതികരിക്കാനാവുന്ന വിഷയങ്ങൾ കൂടെയുണ്ട് ഇതേ ചർച്ചയിൽ തന്നെ. CPIM-ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഏത് രീതിയിലുള്ള സ്വയം വിമർശനമാണ് നടത്തേണ്ടത് എന്നതുകൂടെ ഈ ചർച്ചയിൽ വരുമെന്നതിനാൽ താങ്കളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. ശ്രീരാമകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CP ജോൺ, നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് തന്നെ ഊന്നിയാൽ MA ബേബി ഇപ്പോൾ ആവർത്തിച്ചുന്നയിക്കുന്ന ഒരു മാറ്റവുമില്ലാതെ ഉറച്ചു നിൽക്കുന്ന ഈ നിലപാട്, രാജിവെക്കണം എന്ന നിലപാട് പോസിറ്റീവായി തന്നെയാണോ താങ്കളും കാണുന്നത്? ഞാൻ ബേബിയുടെ ഒരു രീതി കടമെടുത്ത് പറയുകയാണെങ്കിൽ വാക്കുകൾ കൊണ്ട് പുതിയ വാക്ക് പറയാറുള്ള ഒരാളാണ് ബേബി. അദ്ദേഹത്തിന്റെ ഒരു ഭാഷ ഉപയോഗിക്കാൻ വളരെ ദേഷ്യമായി പോയി എന്നൊരു നിലപാട്. കാരണം MA ബേബിയെ പോലെ ഒരു പരിണതത്തിലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം അസംബ്ലിയിൽ പോകാൻ പഠിച്ച് സ്കൂളിൽ പോകാത്ത കുട്ടികളെ പോലെ നൽകിയിരിക്കുന്നതിനോട് എന്തെങ്കിലും രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള കാര്യമാണ് സ്വീകരിക്കാൻ ഞാൻ. കാരണം EMS നമ്പൂതിരിപ്പാട് 1977 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ അദ്ദേഹം 1999 വോട്ടിനാണ് ജയിച്ചത്. അത് വാസ്തവത്തിൽ ഫലത്തിനൊരു പരാജയമായിരുന്നു ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന്. അതുകൊണ്ട് അദ്ദേഹം അസംബ്ലിക്ക് പോകാതിരുന്ന അസംബ്ലിയിൽ രാജിവെച്ചില്ല. പ്രതിപക്ഷ നേതാവ് TK രാമകൃഷ്ണനെ ചുമതലപ്പെടുത്തിയെങ്കിലും അദ്ദേഹം ഒരിക്കലും അസംബ്ലിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെന്നല്ല ഒരു പാർട്ടിയുടെ നേതാവിനും ഇത്തരത്തിൽ ബാലിശമായ രീതിയിൽ മാറി നിൽക്കുന്ന ഒരു രീതിയോട് യോജിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, അദ്ദേഹം എവിടെ നിന്നെങ്കിലും രാജിവെക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ്. കാരണം പോളിറ്റ് ബ്യൂറോ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ കോൺഗ്രസും BJP-യും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ നോക്കുകുത്തിയായി മാറി നിന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ വലതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിരിക്കുക. അങ്ങനെ ഇന്ത്യൻ വലതുപക്ഷം RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഇന്ത്യയിൽ പിടിമുറുക്കിയിട്ടുള്ള ഈ സാഹചര്യം ഉണ്ടാക്കിയതിന് ഞാൻ അംഗമായ പോളിറ്റ് ബ്യൂറോ ആണ് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് PB-യിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് സുന്ദരയെ പോലെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യം. ഇത്